ില്ല ഇവിടെ തരംഗമുണ്ടോ എന്ന് ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും സർവേ ടീമും സംശയിക്കുന്നതിന്റെ കാരണം അതാണ്. ഇവിടെ തരംഗമുണ്ട്, അത് അണ്ടർഗ്രൗണ്ട് തരംഗാണ്, സുനാമിയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സഖാവിന്റെ മുഖത്തുനിന്ന് പോലും ഒരാൾക്കും അവർ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അത്രയും മൗനമായിട്ടുള്ള സുനാമി ഓപ്പറേഷനാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ഈ ഇഷ്യൂസിന് പുറമെ ഇവിടെ പിണറായി വിഷയം, മരുമകൻ പ്രശ്നം, ഈ പറയുന്ന ജയരാജുമാരുടെ വിഷയം, പി ശശിയുടെ ഈ ഇമ്പാക്റ്റ്, അതിന് പുറമെ ഏറ്റവും അവസാനമായിട്ട് ഗോവിന്ദ മാഷ് പാർട്ടി എടുത്ത നിലപാട് തളിപ്പറമ്പിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ. ഇവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയിലൊന്നും ആവശ്യമായ പിന്തുണ പോലും കിട്ടാതെ ഗോവിന്ദൻ മാഷയുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന പിണറായിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയം, അതിന് പിൻബലമേകാൻ നൽകിയ ആ സീറ്റ്, അതിവിടെ എത്രത്തോളം ഇവിടെ ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ ഇതൊന്നും പുറത്തേക്ക് കാണില്ല. പിന്നെ അവസാനത്തെ റിയാക്ഷൻ, ഇവിടെ നമ്മുടെ സ്പീക്കർ ഷംസീർ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി നിരത്തപ്പെട്ട വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇല്ലാതെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ടീച്ചറെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സണ്ണിക്കെതിരെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്? ഒറ്റ കാരണേ ഉള്ളൂ, ടീച്ചർ കേരളത്തിൽ മുഖ്യമന്ത്രിയെക്കാളും ജനപ്രീതിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി മാറി കൊറോണ കാലഘട്ടത്തിലെ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായിയെക്കാളും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ആർക്കാ? ടീച്ചർക്കാണ്. അപ്പൊ കേരളത്തിൽ ഒരാൾക്കും എന്നെക്കാളും ഭൂരിപക്ഷം കിട്ടാൻ പാടില്ല, ഒതുക്കി കളയണം. അതിനാ ടീച്ചറെ കൊണ്ടുപോയി ആ മലയോരത്ത് കൊണ്ടുപോയി ഒതുക്കി. ഇതിവിടെ ചർച്ചയെല്ലാം തോന്നുന്നുണ്ട് നമുക്ക്. ഇതിന്റെ എല്ലാം എഫക്റ്റ് കണ്ണൂർ ജില്ലയിലും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലും ഉണ്ട്. ഇനിയിപ്പോ ധർമ്മടം എന്താ സംഭവിക്കാൻ പോകുന്നത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ, ഏതൊരു കവി പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിസൾട്ടാണ് അവിടുന്ന് വരാൻ പോകുന്നത്. തോറ്റതിന് തുല്യമായ വിജയമേ പിണറായിക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ സർവേയിൽ 10,000 വോട്ടിന് താഴെ ധർമ്മടത്ത് പിണറായി 10,000 വോട്ടിന് താഴെ പോകുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിണറായി തോറ്റാൽ പോലും നമ്മളാരും ഞെട്ടേണ്ടതില്ല എന്ന് ആ സർവേ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഈ പറയുന്ന ഇത്രയും ഇഫക്റ്റ് ഉണ്ട് ഇവിടെ. ഇത്രയും എഫക്റ്റ് ഇത് കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ല. ആരാ വോട്ട് ചെയ്യുന്നത്? സഖാക്കളാണ് വോട്ട് ചെയ്യുന്നത്. എന്തിനാ വോട്ട് ചെയ്യുന്നത്? അവർക്ക് അവരുടെ പാർട്ടി ഉണ്ടാവണം, ആ സംവിധാനം നിലനിൽക്കണം ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം, പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയെയും ഒരു സംവിധാനത്തെയും ഇടതുപക്ഷ ചിന്തകരെയും ഇടതുപക്ഷ അനുഭാവികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വരാനിരിക്കുന്ന സർക്കാർ പിണറായിയുടേതാകരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് വോട്ട് ചെയ്യണം.